ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശൗര്യയജ്ഞത്തിന്റെ 171 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി വിജയലക്ഷ്മി, സിറ്റി സമിതി, തിരുവനന്തപുരമാണ്. നമ്മുടെ ഇന്നത്തെ കോർഡിനേറ്റർ ശ്രീ ലക്ഷ്മൺ മാസ്റ്റർ ആണ്. മാഷെ തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. അന്തർശൗചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമതി വിജയലക്ഷ്മി, ഞാൻ ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞതിന് ശേഷം ഓൺ ചെയ്തിട്ട് പാരായണം തുടങ്ങാം. സായിരാം. ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീമതി വിജയലക്ഷ്മി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വായന തുടങ്ങുക. വായന തുടങ്ങിക്കോളൂ. വിജയലക്ഷ്മി. ഓക്കെ. ഞാൻ വിജയലക്ഷ്മിയാണ്, ട്രിവാൻഡ്രത്തുനിന്ന്. വീഡിയോ ഓൺ ചെയ്തോളൂ. ക്യാമറ ഓൺ ആക്കിക്കോളൂ. സായിരാം. വിജയലക്ഷ്മിയാണ്, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന്. ഇപ്പൊ നമ്മൾ ഇന്ന് വായിക്കുന്നത് സത്യസായി വാണിയുടെ കേൾക്കാമോ സാർ? കേൾക്കാം. ക്യാമറ ഓൺ ആക്കിക്കോളൂ. കണ്ടൂടാ. ഇത്ര ഇല്ല, ക്യാമറയില് ടച്ച് ചെയ്യൂ. ഇത് ഇത്ര ക്യാമറയുടെ ഐക്കണില്. ഇല്ല, അത് ഇതിന്റെ ശബ്ദത്തിന്റെ അല്ലേ? ക്യാമറയുടെ ഐക്കൺ കാണും. സായിറാം ചേച്ചി ഓൺ ചെയ്തതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഒരു വീഡിയോന്റെ ഒരു ഇതുണ്ട്, സിമ്പിള്. അതൊന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ വരും. അല്ല, ഇതിപ്പോ ഇത്ര കുറച്ച് ഓൺ ആയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്തത് ഓഡിയോ ആണ്. അതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഉണ്ട് ഒരു ചെറിയൊരു ഐക്കൺ. അതൊന്ന് അമർത്തി നോക്കിയട്ടെ, അന്നേരം വരും. ഒട്ടും കാണുന്നില്ല. എനിക്ക് കാണുന്നുണ്ട് വീഡിയോ കുറച്ച്. സായിരാം. നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, വായിച്ചോട്ടെ. നേരത്തെ ഉണ്ണിയേട്ടന്റെ ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. സാരമില്ല, വായിച്ചോളൂ. സത്യസായി വാണി 2ാം ഭാഗത്തിൽ നിന്നും ഉള്ള 15ാം അധ്യായത്തിലാണ് നമ്മളിപ്പം ഞാൻ വായിക്കാൻ പോകുന്നത്. മനുഷ്യന് 2 തരത്തിലുള്ള വിഷമതകളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് ശാരീരികമായ അല്ലെങ്കിൽ ഭൗതികമായ വിഷമതകൾ, രണ്ടാമത്തേത് മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ പ്രശ്നങ്ങൾ. ശാരീരികമായ വിഷമതകൾക്ക് കാരണം 3 കാര്യങ്ങളാണ്: വാതം, പിത്തം, കഫം. ആത്മീയമായ വിഷമതകൾക്ക് കാരണവും 3 കാര്യങ്ങളാണ്: 3 ഗുണങ്ങളുടെ അസന്തുലിതാവസ്ഥ എന്നും പറയാം. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. രജോ ഗുണം എന്നാൽ ആസക്തി, തമോ ഗുണം എന്നാൽ ആലസ്യം, സത്വഗുണം എന്നാൽ പരിശുദ്ധി. ചില ഡോക്ടർമാർക്ക് രോഗികളോട് അവജ്ഞയാണ്. ചിലർ സ്നേഹപൂർവ്വം ഒന്നും പെരുമാറുക കൂടി ചെയ്യില്ല. സങ്കടകരമായ ഇത്തരം അവസ്ഥകളിലെ ചില ഉദാഹരണങ്ങൾ സത്യനാരായണ മൂർത്തി ഇവിടെ പറയുകയുണ്ടായി. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഡോക്ടറെ കാണാനുള്ള അവസരം ഉണ്ടാകാത്ത വിധത്തിലുള്ള ജീവിത രീതി അവലംബിക്കുക എന്നാണ്. രോഗം വരുന്നത് എന്തുകൊണ്ടാണ്? ആഹാരം കഴിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ലളിതമായ ചില നിർദ്ദേശങ്ങൾ
അവഗണിക്കുന്നത് കൊണ്ടാണ്. ദുശീലങ്ങളാണ് ആഹാരരീതിക്ക് ദോഷം ചെയ്യുന്നത്. മനുഷ്യൻ സ്വയം നാശത്തിലേക്ക് നീങ്ങുകയാണ്. ദുരാഗ്രഹം, കാമാസക്തി, ഭയം, ദുരിതം എല്ലാം ഈ നാശത്തിന് കാരണമാകുന്നു. ജീവിതത്തിൽ സന്തോഷം കിട്ടുമെന്ന വ്യാമോഹത്തോടെ പല കുഴപ്പങ്ങളിലും ചെന്ന് വീഴുകയാണ് അവൻ. പക്ഷെ അവൻ അറിയുന്നില്ല സന്തോഷകരമായ ജീവിതത്തിന്റെ ഉറവിടം അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്. ഭൂമിയിൽ കാണുന്ന ആകർഷണമായ വസ്തുക്കളുടെ മുഴുവൻ പുറകെ പായുകയാണവൻ. ഈ ലോകമാകുന്ന തിരമാലയ്ക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഒരു രക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയാണ് പലപ്പോഴും. പക്ഷെ നിരാശ മാത്രമാണ് ഫലം. സന്തോഷം എന്നത് മാനസികമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു അനുഭവമാണ്. ഭൗതിക ലോകത്തിൽ യഥാർത്ഥ സന്തോഷമില്ല. ഈ ലോകത്തിൽ നിങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ്. അതായത് ഈ കാണുന്നതിന്റെ എല്ലാം സാക്ഷി. കാഴ്ചയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നിങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ല. നിങ്ങൾ ദൃശ്യമോ ദൃക്കോ അല്ല, ദൃഷ്ടാവ് മാത്രം. അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. സ്ക്രീൻ എന്ന വസ്തു സത്യമാണ്. എന്നാൽ അതിൽ തെളിയുന്ന ചിത്രം നിഴൽ മാത്രമാണ്. യഥാർത്ഥം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സ്ക്രീനിൽ കാണുന്നതെല്ലാം മിഥ്യയാണ്. അതുപോലെ ഈ ലോകമാകുന്ന സ്ക്രീനിൽ കാണുന്ന നിഴലുകൾ മാത്രമാണ് നിങ്ങൾ കാണുന്ന ജീവിതം. സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ ആ ദൃശ്യങ്ങളിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. ഈ സമയത്ത് സ്ക്രീൻ എന്ന വസ്തു അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ലോകത്തിന്റെയും അവസ്ഥ. കാണുന്ന കാഴ്ച യാഥാർത്ഥ്യം ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു. എന്നാൽ അതിന് ആധാരമായിട്ടുള്ളതിനെ പറ്റി മറക്കുന്നു. നാരായണനാണ് സ്ക്രീൻ. പ്രകൃതി അഥവാ ഭൗതിക ലോകമാണ് സിനിമ. നാരായണനാണ് ആധാരം. കാണുന്നതെല്ലാം നാരായണമയമാണ്. അന്ധനായ സൂര്യദാസ് പാടുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ കേൾവിക്കാരനായി മുന്നിൽ വന്നിരിക്കും. സൂര്യദാസ് വിചാരിക്കുക ഏതോ കാലി മേയ്ക്കുന്ന ചെക്കനാണെന്നാണ്. ഒരു ദിവസം കൃഷ്ണൻ സത്യാവസ്ഥ വെളിപ്പെടുത്തി. സൂര്യദാസിന്റെ ഹൃദയത്തിലുള്ള ആ രൂപം താൻ തന്നെയാണെന്ന് കൃഷ്ണൻ കാട്ടിക്കൊടുത്തു. കൃഷ്ണൻ സൂര്യദാസിന്റെ കണ്ണുകളിൽ മെല്ലെ തൊട്ടു. അതോടെ സൂര്യദാസിന് എല്ലാം കാണാൻ കഴിഞ്ഞു. അത്രയും നാൾ താൻ ഭജിച്ച ഭഗവാന്റെ രൂപം കണ്ട് ആ ഓടക്കുഴലിൽ നിന്ന് ഒഴുകിയെത്തിയ ഗാനം കേട്ട് സൂര്യദാസ് ആത്മനിർവൃതി കൊണ്ടു. പക്ഷെ സൂര്യദാസ് കൃഷ്ണനോട് പറഞ്ഞത് ഇനി എനിക്ക് കാഴ്ച വേണ്ട എന്നാണ്. കാരണം ഇത്രയും നാൾ അകക്കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപം മാത്രമേ കാണാമായിരുന്നുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ കാഴ്ച കിട്ടിയപ്പോൾ ലോകത്തെ മറ്റു കാഴ്ചകളും കാണാറായി. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാനെ മാത്രം കാണുക എന്നതാണ് ഏറെ ആനന്ദകരം എന്ന് സൂര്യദാസ് പറഞ്ഞു. ഹൃദയത്തിൽ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുക എന്നതാണ് മറ്റെന്തിനേക്കാളും ഭാഗ്യമായിട്ടുള്ളത്. അന്ധകരണം ശുദ്ധീകരിക്കാൻ വേദശാസ്ത്രങ്ങളിൽ നിരവധി മാർഗങ്ങൾ ഉണ്ട്. പക്ഷെ ചിലർ അതൊന്നും അംഗീകരിക്കാറില്ല. ഉള്ളിലുള്ള വികാരങ്ങളെ ഒരു ബണ്ട് എന്ന പോലെ തടഞ്ഞു നിർത്തുന്നത് ഈ വേദശാസ്ത്രങ്ങളാണ്. ശാരീരികമായ അസുഖങ്ങൾക്ക് പ്രതിവിധിയായി ആഹാരം, ഉറക്കം, വ്യായാമം എന്നിവയിൽ മിതത്വം പാലിക്കണം. കൃത്യമായ സമയങ്ങളിൽ നല്ല ആഹാരം കഴിക്കണം. സാത്വികമായ ആഹാരം കഴിച്ചാൽ ആത്മനിയന്ത്രണം നേടാൻ കഴിയും. ബുദ്ധി വർദ്ധിക്കും. രജോതമ ഗുണമുള്ള ആഹാരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ആധ്യാത്മിക സാധനയ്ക്ക് സാത്വിക ആഹാരം ഒഴിച്ചുകൂടാനാവില്ല. സായിരാം. സായിരാം, ഇനി അനുഭവം പറഞ്ഞോളൂ. വിജയലക്ഷ്മി, ഗ്യാസ് തിരിച്ചിട്ട പോലെ ഒരു ചെറിയ സൈൻ കാണുന്നില്ലേ ആ വിൻഡോയിൽ താഴെ? ഏറ്റവും താഴെ ഗ്യാസിന്റെ കുറ്റി തിരിച്ചിട്ട പോലെ ഒരു ചെറിയ സൈൻ കാണുന്നുണ്ടോ? ഓഡിയോയുടെ അടുത്ത് അത് തൊട്ടാല് വീഡിയോ വരും. നമുക്ക് വിജയലക്ഷ്മിയെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് എന്നെ കാണാൻ പറ്റും ചേച്ചി. അതെ, നേരത്തെ ഉണ്ണിയേട്ടന്റെ സമയത്ത് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. ക്ലാസിന്റെ നെറ്റ് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അനുഭവം പറഞ്ഞോളൂ. അനുഭവം പറഞ്ഞോളൂ. അപ്പം പിന്നെ ഞാനതങ്ങ് ഓഫ് ചെയ്തേക്കാം ഓഡിയോ. ഇല്ല, വെറുതെ പറയുന്നത് കേൾക്കാം, പറഞ്ഞോളൂ. സായിരാം, എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാന് ചെറുപ്പത്തിൽ തന്നെ ഭഗവാനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ കാര്യങ്ങളൊക്കെ എന്റെ അമ്മായിയൊക്കെ ചെറുപ്പത്തില്
പുട്ടപർത്തി പോയിട്ടുണ്ട്, ഭജനയൊക്കെ ഭജന പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ വരുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ മോളെയും കൊണ്ട് ഒരു ദിവസം ട്യൂഷന് പോയി. 1990 ട്യൂഷന്, മാത്സിന്റെ ട്യൂഷന് പോയപ്പോ അവിടെ ഒരു ഭഗവാന്റെ ഒരു ബുക്ക് കിടന്നു, ഒരു പതിപ്പ്, മനോരമയുടെ ആണെന്ന് തോന്നുന്നു. അപ്പൊ മാതൃഭൂമി ആ പതിപ്പ് കണ്ടപ്പോ അതിനകത്ത് ഭഗവാന്റെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എടുത്ത് തിരിച്ചു വെച്ചപ്പോ വീണ്ടും വിളിക്കുന്ന പോലെ, തിരിച്ചു വെക്കുമ്പോൾ വീണ്ടും വിളിക്കുന്ന പോലെ തോന്നി. അമ്മാവൻ ഇങ്ങനെ സുഖമില്ലാതിരിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വെച്ചൊരു സത്സംഗം ഭജന നടത്തിയിരുന്നു. റാന്നിലാണ് എന്റെ വീട്, പത്തനംതിട്ട ജില്ലയില്. അപ്പൊ എന്റെ അമ്മയുടെ ബ്രദറിന് അങ്ങനെ നമ്മുടെ സാറിനൊക്കെ അറിയായിരിക്കും, നമ്മള് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഒരു വർഗീസ് സാറുണ്ട് സത്സംഗം നടത്തുന്നത്. ആ സാറിന്റെ ഒരു സത്സംഗം ഭജനയൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അത് കേട്ടപ്പോ അമ്മാവന് പുട്ടപർത്തിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ചേട്ടന്റെ അടുത്ത് വന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പോയപ്പോ ഞാനും കൂടെ പോയി. കാരണം അമ്മാവന് സുഖമില്ലാതിരിക്കുവാണ്. അപ്പം പോകുന്നതിനകത്ത് രണ്ടുപേരെന്ന് പറയുന്ന അമ്മാവന്റെ മോനും ഉണ്ട്, അമ്മാവനെ നോക്കാൻ പോകുന്ന ഒരാളുണ്ട്, പിന്നെ വേറെ വല്യമ്മച്ചിയുടെ മോനുണ്ട്, കുഞ്ഞമ്മച്ചിയുടെ മോനുണ്ട്, ചേട്ടനുണ്ട്. 6 പേർക്കാണ് അംബാസിഡർ ഇരിക്കാൻ പറ്റും. അപ്പൊ ഞാനും കാണാനായിട്ട് പോയപ്പോഴാണ് കുഞ്ഞമ്മയുടെ മോൻ വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു സീറ്റ് കിട്ടി. ഞാൻ അപ്പോഴാണ് ഞാനും വരട്ടെന്ന് ചോദിച്ചപ്പോ അമ്മാവനും എതിരൊന്നും പറഞ്ഞില്ല. അപ്പം പോകാനായിട്ട് നിപ്പി വരികയായിരുന്നു. അപ്പൊ നമുക്ക് പണ്ടേ പിന്നെ വീട്ടിലൊക്കെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ഉള്ള കൂട്ടത്തിലാണ്. വീട്ടിലെ അമ്മയുടെ അച്ഛൻ ഭജന ഒക്കെ ഉണ്ട്. നമ്മൾ ആ വർഷത്തില് നമ്മൾ 2 പ്രാവശ്യം പിന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ ഉണ്ട് നമുക്ക്, വാവ് കഞ്ഞി, അതൊക്കെ വലിയ പബ്ലിക്കായിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഈ വൃശ്ചിക മാസത്തിൽ 12 ദിവസം ഭജനയുണ്ട്. അത് കഴിഞ്ഞിട്ട് ആറന്മുള അമ്പലത്തിൽ പോയിട്ട് വന്ന് തിരിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന, അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക്. കാരണം എനിക്ക് പോകുന്ന നേരത്തും ഭഗവാനാണെന്ന് തന്നെ സങ്കല്പമുണ്ട്. ഇപ്പോഴും നമ്മൾ തന്നെ 2 അമ്പലം പണിഞ്ഞിട്ടുണ്ട്. ഒരു അമ്പലത്തിന് 1 ഏക്കർ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ നിപ്പില്ല പോയി അവിടെ ചെന്ന് പുട്ടപർത്തി ചെന്നപ്പോ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അന്ന് ഈ പുൽവന്ത് ഹാൾ ഇല്ല, പിന്നെ ഈ മണ്ണ് മാത്രമുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ ആ കുൽവന്ത് ഹാളില് അപ്പൊ ഞാൻ മാത്രമേ ലേഡി ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ അമ്മ പറഞ്ഞു, ഭഗവാൻ അടുത്ത് വന്ന് പാനാസാരം എടുക്കാൻ മറക്കരുതെന്ന്. പക്ഷെ അത് നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് പോയത്. ഞാൻ അവിടെ ചെന്നു, ഗണേഷ് ഗേറ്റിന്റെ അവിടെ ചെന്ന് അവരെല്ലാം അങ്ങോട്ട് പോയപ്പോ എന്നെ ഇങ്ങനെ ഇവര് VIP ഗേറ്റിന്റെ അവിടെ നിന്ന് കൈ കാട്ടി വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി. അങ്ങനെ ഈ 2-3 ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ എന്ന് ഇരുന്നിടത്ത് വന്നിരുന്നു. അപ്പൊ ശാരദ, എനിക്ക് അന്നറിയത്തില്ല, ഇപ്പൊ നമ്മൾ കണക്ക് കൂട്ടുമ്പോ ശാരദാന്റി ആയിരുന്നു അന്ന് ടോക്കണും കൊണ്ടിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ള ലൈനിൽ ഇരുന്നോളാൻ പറഞ്ഞു. എനിക്ക് 2ാമത്തെ ലൈൻ കിട്ടി. അപ്പൊ ഇംഗ്ലീഷുകാരാണ്ട് അവിടെ നിന്ന് പറഞ്ഞു എൻട്രൻസ് കഴിഞ്ഞെന്ന് പറഞ്ഞു. കാരണം വന്നു എഴുന്നേറ്റ് പോയിന്ന്. അപ്പൊ ഞാൻ എന്നാലും മുന്നിലൊന്നും പോയിരുന്നില്ല, ഒരു സൈഡിൽ പോയിരുന്നു വഴിയില്. വന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഭഗവാനായോണ്ട് ഞാനും ഭഗവാനും അടുപ്പുണ്ട്, എന്റെ അടുത്ത് വരും എന്നുള്ള ഒരിതുണ്ട്. അപ്പം പക്ഷെ 5 മിനിറ്റിനകത്ത് തന്നെ ഭഗവാൻ എന്റെ അടുത്ത് വന്ന് നിന്നു. അപ്പൊ ഞാൻ കാലെ തൊഴുത് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചു. ഒത്തിരി നേരം തൊഴുതിട്ട് പിന്നെ എഴുന്നേറ്റിട്ടും ഭഗവാൻ അവിടെ തന്നെ നിപ്പുണ്ട്. അപ്പൊ അന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, കരിഞ്ഞു നിന്നത് കൊണ്ട് ഇനി എനിക്ക് അല്ല വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ അവിടെ വന്ന് നിന്നെന്ന്. പിന്നെ ഒരു ബുക്കിൽ എനിക്ക് വായിക്കാൻ ഞാൻ മനസ്സിലാക്കിയത്, ഭഗവാൻ എപ്പോഴും പാദനമസ്കാരം ഒരു സൈഡിലോട്ട് ചേർന്ന നേരെയല്ല കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ എനിക്ക് അത് ആശ്വാസമായി. അന്നൊന്നും അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് ദർശനം എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ അടുത്ത വർഷം തൊട്ട് അമ്മയൊക്കെ ചേട്ടനും ഒക്കെ സർവീസിന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് പറയുമ്പോ എനിക്ക് ഭയങ്കര ഭയമാണ്. അമ്മ പറയുമ്പോ എന്റെ മനസ്സിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ, അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ അമ്മ എല്ലാ വർഷവും വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട്നെസ് കേൾക്കുമ്പോ എനിക്ക് ഡിസിപ്ലിൻ ഒക്കെ കേൾക്കുമ്പോ ഇങ്ങോട്ട് വരാനേ തോന്നുകയില്ലായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അമ്മയെ കൊണ്ടുവിടും, പ്രസാദം എല്ലാം കിട്ടും. അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞു. അല്ല, അതിന്റെ 2ാമത്തെ വർഷം ഞാൻ ഒന്നുകൂടെ ബാംഗ്ലൂർ വന്നപ്പം ജസ്റ്റ് ഒന്ന് വന്നു. അവിടെ വന്നപ്പോ വെറുതെ കാണാൻ വന്നു. അന്നേരം ദർശനം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. പക്ഷെ അപ്പോഴും ഒരു ദർശനം കിട്ടിയെന്ന് വെച്ചാൽ അന്നേരം ഭഗവാൻ സ്റ്റുഡൻസിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടു. പിന്നെ നമുക്കറിയാം എന്തോ നമുക്ക് കണ്ടാലും നമുക്കും അത് ബാധകമാണെന്നുള്ളത്.
എന്തായാലും അങ്ങനെയും കണ്ടിട്ട് നമ്മൾ പോയി. പിന്നെ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാരും, ഞാൻ അറിയാതെ ഒരാൾ എനിക്ക് ബുക്ക് ചെയ്തു പുനലൂന്ന്. നമ്മളൊരു EHBയുടെ ഒരു കോൺഫറൻസിനാണ് വന്നത്. ശരിക്കും പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്റെ വിചാരം ഇവിടെ വന്ന എനിക്ക് ആരും എന്നെ നോക്കുന്നില്ലെന്നോ വീട്ടിലെ ഒരിതൊന്നും കിട്ടുകയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ വരാൻ മടിച്ചിരുന്നത്. ഇവിടെ വന്ന് സത്യം പറഞ്ഞ ഈ അവിടെ ഈ ടെമ്പററി ഷെഡുകളായിരുന്നു. അവിടെ ആയിരുന്നു നമുക്ക് അക്കോമഡേഷൻ തന്നെ. അവിടെ അന്ന് ആസാമി സേവാദൾസ് ആയിരുന്നു. അവരുടെ ഭജന അവര് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊന്നും ആർക്കും ഒരിക്കലും കിട്ടാത്ത ഒരു സ്നേഹം. സായിരാം പറയാൻ നമുക്കൊന്നും സായിരാം പറയാൻ അറിയത്തില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും പിന്നെ സായിരാം പിന്നെ നമ്മൾ അത്ര പറഞ്ഞിട്ടില്ല. ഇവര് സായിറാം പറയുന്നു, ഭജന പാടുന്നു. ഇതെല്ലാം നമുക്ക് അത്രയൊന്നും ആയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് എല്ലാം വളരെ ഇതായിട്ട് തോന്നി, വളരെ സ്നേഹമായിട്ടും തോന്നി. അങ്ങനെ വലിയൊരു അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ 3 ദിവസം കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ റൂമിൽ ഞാൻ തന്നെ ഇരിക്കും. അപ്പം ബാക്കി കൂടെ വന്നവരെല്ലാം ഡ്യൂട്ടിക്ക് കയറി. 10 ദിവസം കഴിഞ്ഞിട്ടേ പോന്നുള്ളൂ, 15 ദിവസം കഴിഞ്ഞു. അപ്പൊ എനിക്ക് സർവീസ് ഇല്ല, നമ്മൾ ഇതിന് വന്നോളവർക്ക് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇന്നപ്പോ എനിക്ക് ഇച്ചിരി ചൂട് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചപ്പം കൂടെ ഉള്ളവരെ ഒന്നും കണ്ടിട്ടുമില്ല. എനിക്ക് അവിടുത്തെ ഒന്നും അറിയുന്നും കൂടാ. അങ്ങനെ ഞാൻ വിചാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ കൂടെ ഉള്ളവരെ ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് ഞാൻ ക്യാൻറ്റീനിൽ ചെന്നപ്പം ചേച്ചിക്ക് ചൂടുവെള്ളം വേണമെന്ന് തോന്നി. അങ്ങനെ കൊണ്ടുവന്ന ഒരു പന്നും കൂടെ. സത്യം പറയാൻ ഞാനങ്ങ് കരഞ്ഞു പോയി. കാരണം ഞാൻ വിചാരിക്കാൻ പോയില്ല. അതിന് മുമ്പേ തന്നെ ഭഗവാന് അവരോടുള്ള സ്നേഹപ്പെരുമാറ്റവും ഇതും കൊണ്ടുവന്നപ്പോ എനിക്കങ്ങ് ഭയങ്കര വിഷമായി. ഇപ്പൊ ഞാൻ ഇത്ര എന്തൊരു തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക് ഇവിടെ വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ള അതെനിക്ക് ഭയങ്കര ഇതായിപ്പോയി. അതേപോലെ തന്നെ നമ്മള് ടിക്കറ്റ്, ഞാൻ ഒരു പ്രാവശ്യം യൂത്ത് ക്യാമ്പിന് വന്നപ്പം ടിക്കറ്റ് ഇങ്ങോട്ട് കിട്ടി, അങ്ങോട്ട് ടിക്കറ്റ് ഇല്ലായിരുന്നു. നമ്മളപ്പോ എല്ലാരും കുറെ പേരുണ്ടായിരുന്നു. അവര് പറഞ്ഞു നമുക്ക് അവിടെ ചെല്ലുമ്പം ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയി ഇരുന്ന് ഭജന പാടിയൊക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭജന പാടി പോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പം ബാംഗ്ലൂർ വന്നപ്പം അതിന്റെ മണ്ടേ വരെ, ജനറൽ കമ്പാർട്ട്മെന്റ് മണ്ടേ വരെ ആൾക്കാരിയ്ക്കുക. അപ്പൊ ഈ കൂടെ ഉള്ളവരെല്ലാം അങ്ങ് ബസ്സിലൊക്കെ പോയി. അപ്പൊ ഞാനും എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. അപ്പം പറഞ്ഞു, ചേച്ചി എനിക്കും ബസ്സിൽ ഇഷ്ടമല്ല കയറി, നമുക്ക് എങ്ങനെയാലും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിരുന്നപ്പം ഓരോ കുറെ സമിതിയിലുള്ളവരോട് കൺഫേം ആണോ ടിക്കറ്റ് എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു ചിലർക്ക് കൺഫേം ആണ്, ചിലർക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഒരാൾ, എനിക്ക് ഒരു പരിചയം ഇല്ലെന്ന് പറഞ്ഞാൽ ഒട്ടും പരിചയം ഇല്ലാത്ത ഒരാള്, ചേച്ചി പിന്നെ ചേച്ചിക്ക് ടിക്കറ്റ് വേണമെങ്കിൽ എന്റെ 3 ടിക്കറ്റ്, എനിക്കും ചേട്ടനും ഉണ്ട് കുഞ്ഞിനും ഉണ്ട്, കുഞ്ഞ് ഉപയോഗിക്കാറില്ല, വേണമെങ്കിൽ ചേച്ചിക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു പേടി, കാരണം വേറെ ടിക്കറ്റിലായാലും. അപ്പൊ ഞാൻ നമ്മുടെ DP അന്ന് കൊല്ലത്തെ DP സുരേന്ദ്ര സാറിനോട് ചോദിച്ചു, അതിനെന്താ കുഴപ്പമില്ല കയറിക്കൊള്ളാൻ പറഞ്ഞു. സത്യം പറഞ്ഞ അന്ന് കയറിയപ്പം അത് ആരാന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ ഇപ്പോഴാണ് അറിയാം, നമ്മുടെ ഹരിയായിരുന്നു, സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹരിയാണ്. ചേച്ചി പിന്നെ മിഡിൽ ബെർത്ത് വേണോ, അപ്പർ വേണോ, ലോവർ വേണോന്ന് ഒരു ടിക്കറ്റ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയത്തിന് അർഹതയാണെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇത്രയും സ്നേഹമായിട്ട് ഒരു ടിക്കറ്റ് ഒരു സ്ഥലം പോലും ഇല്ലാത്ത മിഡിൽ വേണോ, അപ്പർ വേണോ, ലോവർ വേണോ എന്ന് ചോദിച്ച്, അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മള് പിന്നെ തിരിച്ചു വന്നോണ്ടിരിക്കുമ്പോ അന്ന് ഫുഡ് താമസിച്ചു, രാവിലെ കഴിക്കാൻ പറ്റിയില്ല. അന്ന് പിന്നെ ഒരാളുടെ റൂമിലായി പോയി സാധനങ്ങൾ. അപ്പം ബസ് വരുമ്പോഴത്തേക്ക് പോവുകയും വേണം. അങ്ങനെ റെഡിയായിട്ട് നമ്മൾ വരുമ്പോ സമയമായി. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും കഴിച്ചു, നമ്മൾ കഴിച്ചില്ല. എനിക്ക് വിശപ്പൊന്നും ഇല്ല, എന്നാലും അങ്ങനെ ഒന്ന് ചുമ്മാ തോന്നി. ബസ് വിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബസ് നിർത്തിപ്പിച്ചിട്ട് കുറെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടവരെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. എല്ലാരും ഇതിനകത്ത് കയറിയിട്ട് എല്ലാവർക്കും ഓരോ പൊതി പുളിയോരതും, ഭഗവാന്റെ സ്റ്റുഡൻസ് ആയിരുന്നു അത് തന്നു. അപ്പോഴും ഞാൻ അങ്ങ് കരഞ്ഞു പോയി. അന്നേരം ഇത്രയും സ്നേഹമെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഞാൻ തീർച്ചപ്പെടുത്തി, എന്റെ ഭഗവാൻ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന അത് മാത്രമല്ല, അത് ഒരു ഇത് ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരണങ്ങളായിരുന്നല്ലോ അത്. അന്ന് ഞാൻ സോറി മനസ്സുകൊണ്ട് സോറി പറഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും എന്റെ ജീവിതകാലം ഉള്ളിടത്തോളം, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം, എനിക്കാവുന്ന കാലം ഞാൻ സർവീസിന് വരുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഭഗവാൻ നമ്മളോട് ചെയ്യുന്ന, എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഭഗവാനോട് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മൾ ഭഗവാൻ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു 100 എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ആ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, അതായത് അത് ഒന്ന് പ്രാബല്യത്തിൽ വരുത്തുക എന്നെങ്കിൽ
അത് ഭഗവാൻ നമ്മളോട്, നമുക്ക് ഭഗവാൻ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം ആ ഭഗവാനോ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കരുത്. ഭഗവാൻ നമ്മൾ ഒരു കാര്യമെങ്കിലും, എന്നാലും ലക്ഷ്മി അന്ന് പറയുന്നുണ്ടായിരുന്നു മത്സരത്തിയുടെ മോള്, ഭഗവാൻ പറഞ്ഞേക്കുന്നതിൽ ഒരു കാര്യം ചെയ്താൽ മതി, ആത്മാർത്ഥ അതിന്റെ തിരിച്ച് 100 ഇരട്ടി തിരിച്ചു കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്ക് ഭഗവാനോടുള്ള ആ അവസരം കിട്ടുമ്പോൾ, സർവീസ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ സർവീസ് ചെയ്യുക. നമ്മൾ എല്ലാരോടും ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കുക, ആരുടെയും കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക. കാരണം അവർക്കൊരു അതെനിക്ക് കൊച്ചിലേ ഉള്ളൊരു സ്വഭാവമായിരുന്നു. നമുക്ക് അങ്ങനെ വേറെ അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ ആരേലും ഒരു ഗുണമെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പൊ അതിന്റെ കഴിവേടാന്ന് ഞാൻ കൊച്ചിലെ വിചാരിച്ചു. ഞാനത് ഒരു നന്മയിലും അവരിൽ കണ്ടെത്തിയിട്ട് ഞാൻ അവരോട് സ്നേഹിക്കും, അവരോട് സംസാരിക്കും. അല്ല, എനിക്കങ്ങനെ സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് പക്ഷെ പിന്നെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഇപ്പോഴൊക്കെ അത് നല്ല ഇതായിട്ട് തന്നെ നമുക്കിത് മുന്നോട്ട് ഭഗവാന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. അത് തന്നെയല്ല, എന്റെ വീട്ടിൽ നിന്നുള്ള ആ ഒരു സാഹചര്യം, സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഒരു വാട്ടർ പ്രോജക്റ്റ് ഒരു സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അതൊരു വാട്ടർ പ്രോജക്റ്റ് അല്ലേ. അതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കല്യാണങ്ങളും കഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുന്നവർക്ക് 1 ഏക്കർ സ്ഥലം കൊടുത്ത് കല്യാണം, ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നോണ്ട് നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാനും കാണാനും ഒക്കെ നല്ലോണക്ക് പറ്റി. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ ഭഗവാൻ ഓരോന്നും പറയുമ്പോൾ ത്യാഗത്തിന്റെ പറയുമ്പോഴാണ് വാവിന്റെ അന്ന് ആ നാട്ടിലുള്ളവരെല്ലാം കൂടെ വന്നിട്ട് പുതിയ സാധനങ്ങൾ, അതായത് ആദ്യത്തെ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം കൂടെ വിട്ട് ഇങ്ങനെ കറി വെച്ച് അവര് സ്കൂളിൽ നിന്നും കുട്ടികൾ വന്ന് നമ്മളെല്ലാം കൂടെ കടയിട്ട് അവരെ ഒന്നിച്ച് മുറ്റത്തിരുന്ന് കഞ്ഞി കുടിക്കുന്ന ഒരു സമ്പ്രദായം ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഓർത്ത് നോക്കി അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിക്കുന്നത്. ആ സാഹചര്യത്തിലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് എല്ലാം ഉൾക്കൊള്ളാനൊക്കെ പറ്റും, എല്ലാരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. ഭഗവാന്റെ കാര്യത്തില് എനിക്ക് ഏറ്റവും, കാരണം വെച്ചാൽ ഭഗവാൻ എന്നെ നോക്കുന്നതിന് എനിക്ക് എത്ര പറഞ്ഞാലും നന്ദി വരും. കാരണം ഒരിക്കലും പോലും എന്നെ വിഷമിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അഥവാ എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ വിഷമം ഉണ്ടെങ്കിൽ പോലും അതിന്റെ പരിഹാരം കഴിഞ്ഞിട്ടേ എനിക്ക് അത് വന്നിട്ടുള്ളൂ, കിട്ടിയിട്ടുള്ളൂ. കാരണം ആ ഭഗവാന്റെ നമ്മൾ എപ്പോഴും ആ സാധന, അതാണ് ഇപ്പൊ ഞാൻ സാധന ചെയ്യുന്നുണ്ട്. സാധന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. നമ്മളിപ്പോ രാവിലെ ഓങ്കാരം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അർച്ചനകളും ഇതെല്ലാം ചെയ്യും. അതെന്റെ ഒരു സാധനമായിട്ട്, കാരണം അത് ഉണ്ടെങ്കിലേ നമുക്ക് അത് ചെയ്യാതിരിക്കും. പ്രവൃത്തി പോകുമ്പോൾ മാത്രം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണം. നമ്മൾ സാധന ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാരിലും നമുക്ക് കാണാനും എല്ലാം ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പം ലക്ഷ്മണൻ സാറ് ഞാൻ എപ്പോഴും കാണുമ്പോൾ, ഞാൻ അന്നോട്ടെ ഇപ്പോഴും കാണുമ്പോൾ സാർ എത്ര സ്മാർട്ടായിട്ടാണ് ഇപ്പോഴും വന്നപ്പോഴും എത്ര പ്രായമായാലും സാർ എത്ര സ്മാർട്ടായിട്ട് എല്ലാത്തിനകത്തും പങ്കെടുക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. കുറെ പേരെ അന്ന് കാണാൻ പറ്റി ഇവിടെ വന്നപ്പം. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. സാധന നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഭഗവാൻ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാം തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ഇത് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്റെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും അങ്ങ് നിർത്തുകയാണ്. സായിരാം. സായിരാം വിജയലക്ഷ്മി. വളരെ വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. സായിരാം. ഇനി ഭഗവാന്റെ പ്രസന്റേഷൻ, അതിനുശേഷം വിജയലക്ഷ്മി ഭജനം പാടുക. പ്രസന്റേഷൻ ചെയ്യില്ലേ? ആരാ ചെയ്യുന്നതാരാ? കണ്ണനായിരിക്കണം. అല്ല సుధా మ్యామ్ అను. ఓకే ఓకే. ఇటు సత్యాన్ని సులభంగా మనం గుర్తించాలన్నా 3 విధములైనటువంటి యొక్క మంత్రములు అత్యవసరము. To experience this transcendental truth, 3 parts, the 3 mantras are necessary. భద్రం శృణ్వంతు ఒక మంత్రం. The first mantra is Bhadram Shrunvantu. రెండవది భద్రం పితృవంతు. Bhadram పితృవంతు
Bhadram Pratuvantu. మూడవది భద్రం తృణ్వంతు. The third one, Bhadram Trunvantu. ఈ మూడు మంత్రములు మనం ఆచరణలో పెట్టినప్పుడు సాక్షాత్కారమునకు వెతకనక్కర్లేదు. When once you put it into practice, the three mantras, you don't need to wait for manifestation. భద్రం తృణ్వంతు. Bhadram Trunvantu. శృణ్వంతు అనగా ఏమిటి? నేను రెండవ రూపము కాదు. Trunvantu means I am not the second form. రెండవ రూపం జగత్తులో లేనే లేదు. It's the one without the second in this world. భద్రం శృణ్వంతు. Bhadram Srunvantu. రెండవ వినికిడి నాకు ఏమాత్రము లేదు. It is the only one sound without the second. భద్రం కుర్వంతు. నేను రెండవ పని చేయనక్కర్లేదు. Bhadram Kurvantu. I don't need to do any other action, activity. అనగా ఏ యొక్క సాధనలు నేను చేయనక్కర్లేదు. It only means I don't need to undertake, follow any spiritual practice. ఒక్కటే ఆత్మ అనేటువంటి ఏకత్వాన్ని గుర్తించినటువంటి వ్యక్తికి ఇంక సాధనలు ఎందుకు? A seeker who recognizes and experiences the Supreme Self as the only one entity, the principle, need not adopt any spiritual practice. అన్ని శబ్దములు కూడాను ఒక ఆత్మతత్వం యొక్క రియాక్షన్లే, రీసౌండ్లే. All sounds speak of the resound of the self. కనుక మరొక శబ్దాన్ని నేను విననక్కర్లేదు కదా. I don't have to hear any other sound. సర్వకర్మల యొక్క సారమే దైవత్వము. The essence of all action is divinity. భద్రం కుర్వంతు అన్నారు. Bhadram Kurvantu. అనగా దివ్యమైనటువంటి దర్శనము, దివ్యమైనటువంటి సంభాషణ, దివ్యమైనటువంటి యొక్క కర్మలు అన్నీ కూడాను ఒక దైవత్వమునందే ఉంటున్నవి. It only meant the holy darshan, the divine conversation, and the sacred activity are embodied only in God. సాయిరాం విజయలక్ష్మి భజన పాడికోడు. సాయి మాత పిత దీనబంధు సఖా, సాయి మాత పిత दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम, तेरे चरणों में साई मेरा कोटि प्रणाम। साई माता पिता दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम। मुझे शक्ति दो मेरे साई शिवा, मुझे शक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा। साई माता पिता दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम। साईराम। సాయిరాం. സായിരാം. സായി ഉപമ ശ്രീകൃഷ്ണ പ്രേമത്താൽ അഥവാ നിങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള പ്രേമത്താൽ നിങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും പവിത്രമാക്കുക. കാലിൽ അണിയുന്ന പാദസരം നിർമ്മിക്കുന്ന അതേ സ്വർണം കൊണ്ട് തന്നെ ശിരസിൽ അണിയുന്ന കിരീടവും നിർമ്മിക്കുന്നു. പക്ഷേ അതിനു മുൻപ് സ്വർണത്തെ തീയുള്ള മൂശയിലിട്ട് ഉരുക്കി അടിച്ച് പരത്തി രൂപം ഉണ്ടാക്കുന്നു. നദിയിലെ വെള്ളം മലിനമായിരിക്കാം, എന്നാൽ ഭക്തൻ മന്ത്രമോ സ്തോത്രമോ ഉരുവിട്ടുകൊണ്ട് ആ ജലത്തെ പവിത്രമായ തീർത്ഥമാക്കി മാറ്റുന്നു. വ്യായാമവും അധ്വാനവും കൊണ്ട് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു.
ധ്യാനോപാസനയിലൂടെ മനസ്സിന് ആരോഗ്യം ഉണ്ടാകുന്നു. കൃത്യമായ അച്ചടക്കത്തോടെ ആനന്ദത്തോടെ നാമസ്മരണ ചെയ്യുന്നതും മനസ്സിന് ആരോഗ്യം നൽകുന്നു. ജയ സായിരാം. സായിരാം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹപൂർവ്വം സായിരാം. 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 സായിരാം.